ഹലോ നമസ്കാരം. 4 മണിക്ക് ചായയോടെ കഴിക്കാൻ നല്ല ചെറുപയർ അങ്ങോട്ട് വേവിച്ചിട്ട് അതിനകത്തോട്ട് നല്ല ശർക്കര അങ്ങോട്ട് പാനിയാക്കി ഒഴിച്ച് കുറച്ച് തേങ്ങയും കൂടെ അങ്ങോട്ട് ചേർത്ത് കുഴച്ചെടുത്തിട്ട് മാവിലിട്ട് മുക്കി പൊരിച്ചെടുക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, സുഹിയൻ. ഞങ്ങളുടെ നാട്ടിൽ ഇവൻ സുഹിയനാ. ചിലടത്ത് ചെന്ന് കഴിഞ്ഞാൽ പയറു സഞ്ചി എന്ന് പറയുന്നത് കേൾക്കാം. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്നാ ഇതിന് പറയുന്നതെന്ന് ഒന്ന് പറഞ്ഞേക്കണേ. ഇതുണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമല്ലേ. ഒരു ഗ്ലാസ് ചെറുപയർ എടുക്കുക, അതിനകത്ത് നല്ലപോലെ കഴുകി വാരി കഴിഞ്ഞിട്ട് കുക്കറിനകത്തോട്ടിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കുക. ഒരു 3 വിസിലടിക്കുക, ബാക്കി ആ പ്രഷറിൽ ഇരുന്നങ്ങൾ വെന്തോട്ട്. അത്രേ ഉള്ളൂ പരിപാടി. കഴിക്കാൻ അന്യ ടേസ്റ്റാണ് കേട്ടോ. ആ ശർക്കരയും ആ തേങ്ങയും പയറും എല്ലാം കൂടെ ചേർന്നൊരു മിക്സ് മുടിഞ്ഞ ടേസ്റ്റൊക്കെ തന്നെയാണ്. സംഭവമൊക്കെ ശരി. പക്ഷെ എന്നാ ഇതിന് സുഖിയെന്ന് പേര് വരുന്നത് ചോദിച്ചു. ഇത് കഴിച്ചാൽ അത്രയ്ക്ക് വലിയ സുഖമൊന്നും കിട്ടുന്നൊന്നുമില്ല. എങ്കിലും എന്തുകൊണ്ടോ ഞങ്ങളുടെ നാട്ടിലെല്ലാവരും സുഖിയെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പയറിൻ്റെ 3 വിസിലടിച്ച് ആ പ്രഷറിൽ ഇരുന്ന് വീഴുന്ന സമയത്ത് നമുക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതുപോലൊന്ന് പാനിയാക്കി എടുത്തേക്കാമേ. അപ്പോൾ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് പയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം നിപ്പുണ്ട്. അത് സ്റ്റൗ ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് പറ്റിക്കോളും. കൂട്ടത്തിൽ നമുക്ക് തേങ്ങയും ആ ശർക്കരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചൊന്ന് മിക്സ് ചെയ്യണം. ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചതും ഓരോരോ ചെറിയ ടീസ്പൂൺ വെച്ചും ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അങ്ങനെ കൊണ്ട് ആവുന്നില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ കുറച്ച് അവൽ നനച്ചതോ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് സെറ്റായിക്കോളും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മുക്കിപ്പൊരിച്ചെടുക്കാനുള്ള മാവ് ഉണ്ടാക്കാനൊക്കെ കണ്ട് 1 കപ്പ് മൈദയ്ക്കകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി അങ്ങോട്ട് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് അതിനുള്ള ബാറ്ററാക്കി എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉരുള പിടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയറിൻ്റെയും ആ മിശ്രിതത്തിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതങ്ങോട്ട് എടുത്തുകൊണ്ട് ഇതുപോലെ ഇട്ടിട്ട് അങ്ങ് വറുത്ത് കോരി ഇങ്ങ് എടുക്കുക. അത്രയേ ഉള്ളൂ സംഭവം. അങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തീറ്റും കൂടി ഇട്ട് കൊടുത്തേക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം കൂടെ കയറി കിടന്നങ്ങ് ഒട്ടി അങ്ങ് പിടിച്ചു പോകും. അപ്പം പയറു സഞ്ചിയൊന്നും പൊട്ടാത്ത രീതിയിൽ നല്ല രീതിയിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, ആ ചായയോടെ കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ആ ചോദ്യം ബാക്കി നിൽക്കുക, എന്നാലും ഇവനെ എന്താ ഈ സുഖിയെന്ന് വിളിക്കുന്നതെന്ന്. ഇതിൻ്റെയൊക്കെ ഉത്തരം അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എന്നെ നാളെ ഇത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യം പറയാം. അത് കോരി എടുത്തേ ഉള്ളൂ, ചെറിയ ചൂടുണ്ട്, എന്നാലും നമ്മൾ കഴിക്കാതെ വിടത്തില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഷേപ്പ് അങ്ങോട്ട് റൗണ്ടൊന്നും ആയിട്ടില്ലെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, കൈക്കത്രയ്ക്കുള്ളൊരു പെരുമാറ്റച്ചട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എനിവേ സംഭവം പൊളിച്ചിരിക്കുന്നു, സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ബൈ ഫ്രം സ്വീറ്റ്സ് ആൻഡ് ഫുഡ്.